കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഒക്കെ അടുത്ത ആഴ്ചയില് ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗാഥയെ എല്ലാരും കൂടെ ചേർന്ന് ഇന്ദീവരത്തില് ഒറ്റപ്പെടുത്തുകയാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഗൗതം ഗാഥയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ചെമ്പമേട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മള് അടുത്ത ആഴ്ച ഇനി കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു പിങ്കിയും മോഹിനിയും പവിത്രയൊക്കെ ചേർന്നിട്ട് ഗാഥയെ അവിടുന്ന് ഓടിക്കാനുള്ള പ്ലാനും പദ്ധതികളൊക്കെ നടത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഗാഥയെ കൊണ്ട് വീട്ടുജോലികളൊക്കെ എടുപ്പിച്ച് അവസാനം ഓടിക്കുക, ആ ഒരു ചിന്തയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് അവർ ആ നമ്പർ അങ്ങോട്ട് മാറ്റി. അവസാനം പിങ്കിയുടെ കുരുട്ട് ബുദ്ധിയെ തെളിഞ്ഞൊരു തന്ത്രമായിരുന്നു ലക്ഷ്മിയമ്മേനെ എങ്ങനെ ഗാഥയ്ക്കെതിരെ തിരിക്കുക. അതോടൊപ്പം തന്നെ നന്ദയും ലക്ഷ്മിയമ്മേനും തമ്മില് തെറ്റിപ്പിക്കുവാണെങ്കിൽ ഒരു കാരണവശാലും ഇനി ഇവിടെ ഗാഥ ഉണ്ടാവില്ല, ഗാഥ ഇവിടുന്ന് പൊക്കോളും. ആ ഒരു തീരുമാനത്തിൽ എത്തുമായിരുന്നു പിങ്കി. ആ പിങ്കിയുടെ ആ അഭിപ്രായത്തോട് ബാക്കി എല്ലാവരും യോജിക്കുക ചെയ്തേ. അങ്ങനെ അതിനുള്ള കുതന്ത്രങ്ങളൊക്കെ ഒപ്പിക്കാണ്ട് തുടങ്ങി. ഗാഥയെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ലക്ഷ്മിയമ്മയോട് പറയുമായിരുന്നു. കാരണം ഒരു കാരണവശാലും അവളിവിടെ നിൽക്കരുത്, അവളിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാണ് ലക്ഷ്മിയമ്മ. അതുകൊണ്ട് നന്ദിയോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ അവളോട് പറഞ്ഞു വിടണം എന്നൊക്കെ ലക്ഷ്മിയമ്മയോട് പറഞ്ഞു. പക്ഷെ ആദ്യമൊന്നും ലക്ഷ്മിയമ്മ ഇത് കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല. ലക്ഷ്മിയമ്മയ്ക്ക് അറിയാം ഗാഥ ഒരു പാവം പെൺകുട്ടിയാണ്, ആ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നേ. പിന്നീട് ഗാഥയും മഹേശ്വരൻ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോഹിനി വരുന്നത്. അപ്പൊ മോഹിനി വന്നു കഴിഞ്ഞപ്പം മഹേശ്വരൻ ഗാഥയോട് പറയുന്നതിനെ കുറച്ച് അറ്റോ മൂലയൊക്കെ കേട്ടു. എന്താ ഗാഥയോട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോണം, ഇനി ഇവിടെ നിൽക്കരുത്, ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് പക്ഷെ നിന്റെ ചിലപ്പോ ജീവന് വരെ ആപത്താണ്. അത് മാത്രമല്ല നീ ഇവിടെ നിന്നിട്ടുണ്ടായാലും ഒരു പ്രയോജനം ഇല്ലെന്നൊക്കെ കുറെ കാര്യങ്ങൾ മഹേശ്വരൻ പറയുന്നുണ്ടായിരുന്നു. ഇത് അങ്ങോട്ട് വന്ന് മോഹിനി കേട്ടു. മോഹിനി എന്ത് ചെയ്യാണ്, അത് പൊടിപ്പും തോങ്ങലും വെച്ചിട്ട് നേരെ ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ലക്ഷ്മിയമ്മയിൽ ഒരു ഞെട്ടലുണ്ടായത്. അപ്പൊ മഹേശ്വരനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ടാണ് ഗാഥ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊരു ചിന്ത ലക്ഷ്മിയമ്മയിൽ ഉണ്ടാക്കിയെടുത്തു മോഹിനിയും പിങ്കി എല്ലാരും കൂടെ ചേർന്നിട്ട്. ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലക്ഷ്മിയമ്മയ്ക്ക് ഇരിക്കാൻ പറ്റുമോ? പോരാത്തിന് മഹേശ്വരൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള പെൺകുട്ടികൾ കയറി വന്നിട്ട് പിന്നെ ഇവിടെ അവകാശം സ്ഥാപിക്കാനായിട്ട് തുടങ്ങും. അവസാനം അവർക്ക് ഈ വീട് തന്നെ എഴുതി കൊടുക്കേണ്ട വരും, അവരില്ലാ കഥകളൊക്കെ പ്രചരിപ്പിക്കും. അത് ലക്ഷ്മിയമ്മയുടെ മനസ്സിൽ കിടക്കുമായിരുന്നു. അപ്പൊ ലക്ഷ്മിയമ്മ ആ ഒരു വിചാരത്തിൽ വെച്ച് എന്ത് ചെയ്യാണ്, നന്ദയോട് പോയി കാര്യങ്ങളൊക്കെ പറയുന്നത്. നന്ദയോട് പറഞ്ഞു അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം, ഇനി ഇവിടെ നിർത്താൻ പറ്റില്ലെന്ന് പറയണം. നന്ദ പറഞ്ഞു ലക്ഷ്മിയമ്മ എന്താ പറയണേ, അവളോട് നിന്നോട്ടെ, അവൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലോ എന്ന് പറഞ്ഞ് അതത്ര മൈൻഡാക്കിയില്ല. പക്ഷെ നന്ദ പോയ സമയത്ത്, കോളേജിലേക്ക് പോയ സമയത്ത് ഗാഥ അവിടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗാഥയുടെ അടുത്തേക്ക് ലക്ഷ്മിയമ്മ വരുവാണ്. ലക്ഷ്മിയമ്മ വന്നിട്ട് ആദ്യം മിറ്റ ഒടിച്ചോണ്ടിരിക്കുവായിരുന്നു. ആ മിറ്റ ഒടിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് ആ ചൂലൊക്കെ മേടിച്ച് എറിഞ്ഞു കളഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട, ഒരു പണി നീ ഇവിടെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗാഥയോട് കടന്ന് ഉറഞ്ഞു തുള്ളുമായിരുന്നു. അപ്പൊ നന്ദ പറഞ്ഞിരിക്കുന്നേ ലക്ഷ്മിയമ്മ പാവം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നേ. അപ്പൊ ലക്ഷ്മിയമ്മയുടെ ഈ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗാഥയ്ക്ക് സഹിച്ചില്ല, വല്ലാത്തൊരു സങ്കടമായി പോയി. പിന്നീട് ഗാഥ അവിടെ പോയിരുന്ന് മാറിപ്പോയിരുന്ന് കരയുവാണ്. പക്ഷെ മഹേശൻ ഇത് കണ്ടു. മഹേശൻ ഒന്ന് പോയി ആശ്വസിപ്പിക്കാനോ ഒന്നും പറ്റുമായിരുന്നില്ല. എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി ലക്ഷ്മിയമ്മ അടുത്ത പ്രശ്നങ്ങളായിട്ട് ഇറങ്ങാനുണ്ട്, ആ ഒരു ചിന്തയായിരുന്നു മഹേശന്റെ ഉള്ളിലുണ്ടായിരുന്നേ. ഗാഥ കരയുമ്പോ സങ്കടമൊക്കെ വരുന്നുണ്ട്, സ്വന്തം ചോരയാണല്ലോ. പക്ഷെ എന്ന് പറഞ്ഞാൽ പോലും ഗാഥ ഈ വീട്ടിൽ നിൽക്കുന്നതോട് മഹേശന് ഒട്ടും താല്പര്യമായിരുന്നു. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഇല്ലാതാക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഗാഥ പോയിക്കോട്ടെ എന്നോർത്ത് മഹേശ്വരൻ പറഞ്ഞാണ്. അങ്ങനെ ഗാഥയ്ക്ക് വല്ലാത്തൊരു വിഷമായി പോയി. ഗാഥയോട് ഒന്നും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഗാഥയുടെ മുറിയിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. പിന്നീട് ഓരോ ജോലികൾ ചെയ്യുന്ന സമയത്തും ഗാഥനെ അയലക്കത്ത് പോലും ലക്ഷ്മിയമ്മ അടുപ്പിച്ചില്ല. ഗാഥയ്ക്ക് വല്ലാത്തൊരു വിഷമായി പോയി. അത് മാത്രമല്ല കുറ്റപ്പെടുത്തലുകള്, ലക്ഷ്മിയമ്മ വാക്കുകൾ കൊണ്ട് നന്നായിട്ട് കുറ്റപ്പെടുത്തി. ഇതെല്ലാം സഹിക്കാവുന്ന കാര്യമായിരുന്നില്ല. പിന്നീട് നന്ദ വൈകുന്നേരം കോളേജ് വിട്ടുന്ന സമയത്താണ് ഗാഥ ഇറങ്ങി ഓടിച്ചെന്ന് നന്ദനെ കെട്ടിപ്പിടിക്കുക. നന്ദനെ കണ്ടതും അത്ര സമയം ഉണ്ടായ പ്രശ്നങ്ങളൊന്നും ഗാഥയ്ക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ആയിരുന്നില്ല. കാരണം അത്ര ക്രൂരമായ രീതിയിലാണ് ലക്ഷ്മിയമ്മ മോഹിനിയും പിങ്കി എല്ലാരും പെരുമാറിയത്. നന്ദനെ ചേർത്ത് പിടിച്ചിട്ട് കരഞ്ഞു കഴിയുമ്പോഴത്തേനും ലക്ഷ്മിയമ്മ ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഗാഥനെ അങ്ങോട്ട് പിടിച്ചു മാറ്റണം. എന്നിട്ട് പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് നീ ഇവിടെ ഒന്ന് പൊക്കോണം, ഒരു നിമിഷം പോലെ നിന്നെ ഇവിടെ കണ്ടുപോയേക്കലെന്ന് പറയാണ്. ഇത് കേട്ടത് ഗാഥ അങ്ങോട്ട് ചെന്നു. ഗാഥ എന്നിട്ട് പറഞ്ഞു, ലക്ഷ്മിയമ്മേ ഒരു കാരണവശാലും ഗാഥ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല, കാരണം അവൾ ഈ വീട്ടിൽ തന്നെ കാണും. ഇങ്ങോട്ട് കൊണ്ടുവന്ന ഞാനാണെങ്കില്
അവൾ ഈ വീട്ടിൽ കാണുമെന്ന് പറയണം. അങ്ങനെ ലക്ഷ്മി അമ്മ നന്ദയും തമ്മിൽ ഇഷ്യൂ ആയി. കാരണം താൻ പറഞ്ഞിട്ടും നന്ദ അനുസരിക്കുന്നില്ല, അവളുടെ ഇഷ്ടത്തിനൊത്ത് തുള്ളുക, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുകയാണ്. പിന്നീട് ഈ പേരും പറഞ്ഞുകൊണ്ട് ഗൗതം നന്ദനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നന്ദയ്ക്ക് സഹിക്കാവുന്നതിൽ അപ്പുറം വരുന്നത്. താനൊരു നല്ല കാര്യം ചെയ്യുന്നേ, പക്ഷെ ഇപ്പൊ സത്യാവസ്ഥ എന്താന്ന് ആരോടും തുറന്നു പറയാൻ പറ്റില്ല. തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമാവും. അപ്പൊ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത ഈ പ്രശ്നം സോൾവ് ചെയ്യണം. അത് മാത്രല്ല, ബാലാജിയുടെ കാര്യങ്ങൾ കഴിയുന്നോടം വരെ, ബാലാജിക്ക് സാക്ഷിമൊഴി കൊടുക്കുന്നോടം വരെ ആരും ഈ കാര്യങ്ങളൊക്കെ അറിയില്ലെന്ന് നന്ദയുടെ ഉള്ളിലൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. ഗൗതം കുറ്റപ്പെടുത്തുന്ന സമയത്തും നന്ദ അതുകൊണ്ട് കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ല. നന്ദയ്ക്ക് അറിയായിരുന്നു ഗൗതം ഒരു പോലീസ് ഓഫീസറാണ്, എപ്പോഴാണെങ്കിലും അന്വേഷിച്ച് സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ ഇത് അറിയും. പക്ഷെ അറിയുമ്പോ എന്ത് ചെയ്യണമെന്നൊരു എത്തും പിടിയും നന്ദയ്ക്ക് കിട്ടിയിരുന്നില്ല. കാരണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതമിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും, തന്നെ ഒറ്റപ്പെടുത്തോ അതോ നന്ദയെ ചേർത്ത് നിർത്തുമോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നീട് ഗൗതം എന്ത് ചെയ്യാണ്, ബാലാജിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. നിസ്സാര കാര്യമല്ല, നന്ദയെ തട്ടിക്കൊണ്ടു പോയതാ. കിഡ്നാപ്പ് ചെയ്ത് പിന്നീട് നന്ദയോട് വന്ന് മൊഴി കൊടുക്കാനൊക്കെ പറയാണ്. നന്ദയ്ക്കൊരു ഭയം ഉണ്ടായിരുന്നു, കാരണം ഇതിന്റെ പേരിൽ ഇനിയിപ്പോ അടുത്ത പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ. അങ്ങനെ നന്ദ പോയി ഓഫീസിൽ പോയി മൊഴിയൊക്കെ കൊടുക്കുന്നുണ്ട്, തന്നെ തട്ടിക്കൊണ്ടു പോയതും പിന്നെ അവിടെ വെച്ച് തനിക്ക് വന്ന വിപത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവസാനം ഗൗതം അങ്ങനെ അന്വേഷിച്ച് ചെല്ലുവാണ്. അന്വേഷിച്ച് ചെന്ന് അവസാനം വാവച്ചലിൽ എത്തി നിൽക്കുവാണ്. കാരണം ബാലാജി അല്ല അത് ചെയ്തത്, വാവച്ചന്റെ അറിവോട് കൂടിയാന്നുള്ള സത്യം പുറത്തു വന്നപ്പോഴത്തേനും ഗൗതമിലൊരു ഞെട്ടലുണ്ടാവുക. ഗൗതമിന് അത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് വാവച്ചൻ ഇങ്ങനെ ചെയ്തതെന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് ഗൗതം എത്തി നിൽക്കുകയാണ്. അവസാനം വാവച്ചനെ പോയി ചോദ്യം ചെയ്യാണ്. വാവച്ചനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽപ്പില്ലാതെ വരുമ്പോഴത്തേനും വാവച്ചൻ സത്യങ്ങളൊക്കെ തുറന്നു പറയാം. അങ്ങനെ ഗൗതം ആ സത്യങ്ങളൊക്കെ അറിയുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഗാഥയ്ക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് ഗാഥയെ താങ്ങി നിർത്തുന്നുണ്ട് നന്ദ. അപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ വീട്ടിൽ നിന്ന് ഇന്ത്യ വരത്തിൽ ഒരിക്കലും ഇറക്കി വിടില്ല. ഇനി സത്യങ്ങളൊക്കെ എല്ലാരും അറിഞ്ഞ് ഗാഥേനെ എല്ലാരും ചേർത്തുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തിന് വേണ്ടി നന്ദ കാത്തിരിക്കുമായിരുന്നു. പക്ഷെ ഇതിനിടയ്ക്ക് ഗാഥയുടെ കണ്ണീരൊപ്പം മഹേശനെ കാണിച്ചിട്ടുണ്ട്. കണ്ണീരൊപ്പം തന്നോട് ചേർത്ത് പിടിക്കുന്നത്. ഒരു പക്ഷെ അവിടുത്തെ വിഷമങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണോന്നും അറിയില്ല. പക്ഷെ മഹേശൻ അത് നല്ല ഉദ്ദേശത്തോടെയാണോ ചെയ്തേ, അതോ ഇനിയിപ്പോ അവളെ പറഞ്ഞു വിടാനുള്ള അടുത്ത അടവുമായിട്ടാണോ അങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല. എന്താണ് ഫുൾ വിശേഷം വരുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.